ജോർജ് ജോസഫ് ഇവിടെ ഇന്ന് ജാമ്യം കൊടുത്തുവിട്ട ശ്രീകുമാറിന്റെ കാര്യത്തിൽ കോടതി പറയുന്നത് പോറ്റിയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവില്ലെന്നാണ്. ആ കൊള്ളയിൽ എന്തെങ്കിലും പങ്ക് ശ്രീകുമാർ ഇല്ല എന്ന് പറഞ്ഞാണ് ജാമ്യം. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ 50 ദിവസത്തിനകം അകത്ത് കിടന്നതിന് ആര് സമാധാനം പറയും? ഈ അന്വേഷണം SIT കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണോ, അതോ കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും എന്തോ ഒരു ദുരൂഹമായ കാറ്റുവീഴ്ച SITക്ക് ബാധിച്ചോ ശ്രീ ജോർജ് ജോസഫ്? എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. കാരണം SITയുടെ അന്വേഷണം നമ്മൾ വിചാരിച്ചത് 90 ദിവസത്തിനകം കുറ്റചാർജ് കൊടുക്കുമെന്നാണ്. ഇതിൻ്റെ ദുരൂഹത അങ്ങനെയാണ് ആ കേസിൻ്റെ. അതിൻ്റെ വളരെ അവധാനതയോടെ ഇനി പോകണം. ഏതായാലും SIT വിചാരിച്ചാലും ഹൈക്കോടതി വിചാരിച്ചാലും ഈ പ്രതികൾ എന്തായാലും ജാമ്യത്തിൽ പോകും, അതിന് യാതൊരു സംശയമില്ല. സ്വാഭാവിക ജാമ്യത്തിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. ഞാൻ നേരത്തെ അതും തുടങ്ങി വെച്ചായിരുന്നു. കാരണം ഇതിനകത്ത് PC ആക്ടിൻ്റെ നിലവാരത്തിലേക്ക് ഈ കേസ് വന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ തന്നെ ആഷ്മി നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ശബരിമലയിലെ അവിടുത്തെ ഒരു മോഷണമല്ലേ. ജോർജ് ജോസഫ് ഇതിന്റെ വെരി ഫസ്റ്റ് ചർച്ചയിൽ തന്നെ ജോർജ് ജോസഫ് ആദ്യ ചർച്ചയിൽ ആ സംശയം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇത് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്ന സംശയം താങ്കൾ അന്ന് തന്നെ ഉന്നയിച്ചായിരുന്നു. ശരിയാണത്? അല്ല, അതിൻ്റെ കാരണം എന്നറിയോ? വിജിലൻസിൻ്റെ സെക്ഷൻ 7 സെക്ഷൻ 13 PC ആക്ടിനകത്ത് 2 സെക്ഷൻ, അതനുസരിച്ചാണ് നമ്മൾ ഈ കൈക്കൂലിക്കാരെ പിടിക്കുന്നത്. അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണം, ആയിക്കോട്ടെ. ആ സർക്കാർ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും കാര്യം നടത്താൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങുന്നു, അതാണ് PC ആക്ട്. ഇവിടെ അതല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമോപദേശം SITക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് PC ആക്ടിൻ്റെ കോടതിയിലല്ല വരേണ്ടത്. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞാൽ 381 എന്ന് പറയും. നമ്മുടെ വീട്ടിലെ ഒരു സ്ഥാപനം, നമ്മളെ ആ വീട്ടുകാർ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വെളിയിൽ പോയിട്ട് വരെ ഇവൻ്റെ ഇടുന്ന സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ നമ്മുടെ എംപ്ലോയിയാണ് 381, 7 വർഷം ശിക്ഷ. അതാണല്ലോ ഇവിടെ നടന്നത്. ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവരെല്ലാവരും ഒരു സ്വർണത്തിൻ്റെ കൂമ്പാരങ്ങളും അവിടുത്തെ മുഴുവൻ സ്വത്തുക്കൾ ഏൽപ്പിച്ച് അവരവിടെ അടിച്ചു മാറ്റുന്നത് 381 ഉള്ളൂ. അവർ എംപ്ലോയിയാണ്, അവർ ഗവൺമെൻറ് സെർവൻ്റാണ്. അടിച്ചു മാറ്റിയില്ലേ 381 വരുള്ളൂ. പിന്നെ ഹൗസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 454, 487 ഇടാം, 120B ഇടാം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ല. വിജിലൻസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. കാരണം കോടതിക്ക് അതല്ലേ നോക്കാൻ ഒക്കുള്ളൂ. ആ കോടതിയുടെ പരിധിയിൽ ആ കോടതിക്ക് വിജിലൻസ് അല്ലാതെ വേറൊരു അധികാരം ഉണ്ടോ? അധികാരം എനിക്കില്ല, ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതേപ്പറ്റി വിദഗ്ധമായ രീതിയിൽ SIT ഈ നിയമവശം പഠിക്കണം. ഇനി പിന്നെ SIT കുറ്റം പറയാനൊക്കില്ല. കാരണം അത് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 90 ദിവസം കൊണ്ട് അന്വേഷണം തീരുന്നതല്ല. കാരണം ഇത് 4 സ്റ്റേറ്റിനകത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് ഇപ്പം വളരെ ക്ലിയറാണ്. പക്ഷേ അതിനകത്ത് പഴയ ഇരുന്ന ഫലകങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാളികളൊക്കെ അതേ പൂശിയിരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ആയിക്കോട്ടെ, അതൊക്കെ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 90 ദിവസത്തിനകം കുറ്റചാർജ് കൊടുക്കാൻ പറ്റില്ല SITക്ക്. അതുകൊണ്ട് SIT വളരെ പതുക്കെ പോയിക്കോട്ടെ. അതിനകത്ത് ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തവരൊക്കെ 60 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ കഴിഞ്ഞ് ജാമ്യത്തിൽ പോട്ടെ. കോടതിയൊക്കെ കുറേ കൺസെഷൻ കാണിച്ചിരിക്കുന്നു. കാരണം അല്ലെ 60 ദിവസം കഴിഞ്ഞപ്പോൾ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ജാമ്യം കൊടുത്തല്ലേ പറ്റുള്ളൂ. 60 ദിവസം വരെയുള്ള ഇന്ത്യയിൽ അവർ കുറ്റം 10 വർഷത്തിനകത്തുള്ളവർ ശിക്ഷയുള്ള വരാനുള്ള സാധ്യതയുള്ളവർ 60 ദിവസം കഴിഞ്ഞ് ജാമ്യം കൊടുക്കും. 10 വർഷത്തിൽ കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും ലൈഫ് ഇംപ്രിസ്മെൻറ്റും കൊടുക്കുന്നവർക്കാണ് 90 ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞപ്പോൾ പോലെ ഇവർക്ക് ജാമ്യം കിട്ടാൻ എലിജിബിൾ അല്ലേ. അതുകൊണ്ട് അതേപ്പറ്റി വറി ചെയ്യേണ്ട. നമുക്കിപ്പോൾ ഇതുവരെ അന്വേഷണത്തിൽ ഈ ചാനലുകാരും അതുപോലെ തന്നെ പത്രക്കാരും നാട്ടുകാരും എല്ലാം പറഞ്ഞവരൊക്കെ അറസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ചില ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെ കാര്യം, വേറെ 3-4 പേരുടെ കാര്യം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അറസ്റ്റങ്ങ് നടത്തി തീർക്ക്. അത് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് വളരെ സ്ലോയിൽ അന്വേഷണം പോയാൽ മതി. അല്ലെങ്കിൽ ഈ കേസിൻ്റെ 90 ദിവസം കൊണ്ട് എങ്ങും എത്തൂല. കാരണം എത്രയോ പ്രതികളുണ്ട്, അവർ എത്ര സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ എവിടെല്ലാം കിടക്കുന്നു, അത് അങ്ങനെ അവരുടെ വീടുകളിൽ എന്തുമാത്രം നമ്മൾ റെക്കോർഡ് എടുത്തിരിക്കുന്നു. ED ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്തുള്ള വിദേശയാത്രകൾ, അതിനകത്ത് വിദേശയാത്രയ്ക്ക് പോയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതിനകത്ത് മന്ത്രിമാരുണ്ടെങ്കിൽ അവരെല്ലാം ബുക്കഡ് ആയിക്കൊള്ളും. കാരണം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവർ ഫ്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ ശബരിമലയിലെ കൊള്ള നടത്തിയവരെ തീർച്ചയായിട്ടും അവരുടെ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പായി. കാരണം അത് ED ഫ്രീസ് ചെയ്തോളും. അതിലേക്കൊന്നും SIT പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. SIക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അത് ഈ കോടതിയിൽ നമുക്ക് വിജിലൻസ് കോടതിയിലോട്ട് അവിടുന്ന് ഫയൽ മുഴുവൻ ഇവിടെ പത്തനംതിട്ട കോടതിയിലേക്ക് അതിനകത്ത് മാറ്റണമെന്നാണ് ഞാൻ പറയണത്.
കാരണം അവിടെ ഇതുവരെയുള്ള നടപടി ശരിയാണോ എന്ന് ഉന്നത തലത്തിൽ അന്വേഷിക്കണം. കാരണം അത് വിദഗ്ധരെ കൂടെ ഇരുത്തിക്കൊണ്ട് അത് അന്വേഷിച്ചിട്ട് ഇവരുടെ ട്രാക്ക് ശരിയായിരുന്നു, ആരാണ് ആ ഉപദേശം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു മോഷണമല്ലേ, 381 അല്ലേ, അവിടുത്തെ സ്റ്റാഫുകൾ മോട്ടിച്ചതല്ലേ? അതുകൊണ്ട് ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ തുടക്കം പോലെ പറയുന്നത് അതുകൊണ്ടാണ്. PC ആക്ടിന്റെ പരിധിയിൽ ഇത് വന്നാൽ തീർച്ചയായിട്ടും ഈ കേസുകളെല്ലാം വിട്ടുപോകും. താങ്കൾ ആദ്യ ചർച്ചയിൽ താങ്കൾ പറയുന്നുണ്ട്, എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല, ഇപ്പോഴത് മനസ്സിലാവുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.